സെനിത്ത് അക്കാഡമിയുടെ DHIC ഫോക്കസ് പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സെക്കൻഡ് ഇയറിലെ പേപ്പർ 3 ഒരു ഇമ്പോർട്ടന്റ് പോർഷനായ പബ്ലിക് ഹെൽത്ത് ആക്ട് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസും ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സിഗ്നിഫിക്കൻസ് ഓഫ് പബ്ലിക് ഹെൽത്ത് ആക്ട് ആണ്. പബ്ലിക് ഹെൽത്ത് ആക്ടിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, ഇതുകൊണ്ടുള്ള ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്. അപ്പം ഒരു ലോയുടെ പർപ്പസ്, ഒരു നിയമത്തിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിന്റെ ആക്ഷൻ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഒരാളുടെ ആക്ഷൻ കൺട്രോൾ ചെയ്യുകയല്ല, മറ്റൊരാൾക്ക് ഉപദ്രവം ഉണ്ടാകാതെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഉപദ്രവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരാളുടെ ആക്ഷൻസ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഒരു നിയമത്തിന്റെ പർപ്പസ് അല്ലെങ്കിൽ ലോയുടെ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ പബ്ലിക് ഹെൽത്ത് ലോ ആണെങ്കിൽ അത് മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ പബ്ലിക് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻസ്, സാനിറ്റേഷന്, അതുപോലെ തന്നെ ഹൈജീന്റെ പ്രൊസീജിയേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ പ്രിൻസിപ്പിൾസ് ആണ് പ്രധാനമായിട്ടും പബ്ലിക് ഹെൽത്ത് ലോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഈ പബ്ലിക് ഹെൽത്തിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള എക്കണോമിക് ആയിട്ടും സോഷ്യൽ ആയിട്ടുള്ള ഒരു അസറ്റ് ആണ് നമ്മുടെ ഓരോരുത്തരുടെയും ആരോഗ്യം എന്ന് പറയുന്നത്. നമ്മുടെ ജനങ്ങളുടെ ആരോഗ്യം എന്ന് പറയുന്നതാണ് പബ്ലിക് ഹെൽത്തിന്റെ ടോട്ടൽ ആയിട്ടുള്ള ഒരു എക്കണോമിക് ആൻഡ് സോഷ്യൽ അസറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു രാജ്യത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പബ്ലിക് ഹെൽത്ത് ലോസിന്റെ ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പബ്ലിക് ഹെൽത്ത് ലോസ് ആണെങ്കിൽ പോലും അവിടെ നമ്മൾ ഇപ്പോൾ നിലനിൽക്കുന്ന നിയമങ്ങളെയും കൺസിഡർ ചെയ്യുന്നുണ്ട്. അത് കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ പബ്ലിക് ഹെൽത്ത് ലോസിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. കാരണം നമ്മുടെ ജനങ്ങളുടെ ആരോഗ്യമാണ് ഏറ്റവും വലിയ സ്വത്തായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ നിലവിലുള്ള പബ്ലിക് ഹെൽത്ത് ആക്ട് ഒക്കെ നിലവിൽ വരുന്നതിന് മുൻപ് കേരളത്തിൽ നിലനിന്നിരുന്ന 2 ആക്ടുകളായിരുന്നു ട്രാവൻകൂർ കൊച്ചിൻ പബ്ലിക് ഹെൽത്ത് ആക്ടും അതുപോലെ തന്നെ മദ്രാസ് പബ്ലിക് ഹെൽത്ത് ആക്ടും. അപ്പോൾ ഇതിൽ രണ്ടിലും പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാലും നമ്മുടെ പബ്ലിക് ഹെൽത്ത് അഡ്വാൻസ് ചെയ്യാൻ, അത് കുറച്ചുകൂടെ പ്രൊമോട്ട് ചെയ്യുന്നതിനുള്ള ആക്ടിവിറ്റീസ് ആണ് ഈ പറയുന്ന 2 ആക്ടിലും അന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു പബ്ലിക് ഹെൽത്തിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് നമുക്ക് പ്രധാനമായിട്ടും 3 അപ്രോച്ചസ് ആണുള്ളത്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ അപ്രോച്ച് ആണ്. അപ്പം ഈ എഡ്യൂക്കേഷണൽ അപ്രോച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഡിസീസിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിന്റെ കമ്മ്യൂണിക്കബിലിറ്റിയെ കുറിച്ചോ അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹെൽത്ത് പ്രാക്ടീസസിനെ കുറിച്ചോ അങ്ങനെ ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എഡ്യൂക്കേഷണൽ അപ്രോച്ച് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് സർവീസ് അപ്രോച്ച് ആണ്. അത് പബ്ലിക്കിന് ആവശ്യമായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്ന സർവീസസ് ആണ്. അതായത് മറ്റുള്ള ഹെൽത്ത് പ്രാക്ടീസസ്, മെഡിക്കൽ സപ്പോർട്ട്, ജനങ്ങളുടെ ആരോഗ്യം പ്രിസർവ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഹെൽത്ത് പ്രാക്ടീസസ്, മെഡിക്കൽ സപ്പോർട്ട്സ് ഒക്കെയാണ് സർവീസ് അപ്രോച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ലീഗൽ അപ്രോച്ച് ആണ്. ഇപ്പോ നമുക്കറിയാം, നമ്മൾ ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് എഡ്യൂക്കേഷൻ ചെയ്താൽ പോലും ജനങ്ങൾ എല്ലാവരും അത് കറക്റ്റ് ആയിട്ട് ചെയ്യണമെന്നില്ല. പക്ഷെ അതൊരു നിയമമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് പണിഷ്മെന്റ് ഉണ്ട് എന്നൊരു ബോധം വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു കാര്യം കുറച്ചും കൂടെ ബെറ്റർ റിസൾട്ട് നമുക്ക് അതിന് കിട്ടും. ഓക്കെ, അതുകൊണ്ട് തന്നെ ആണ് നമ്മൾ ലീഗലി ഈ കാര്യങ്ങളെല്ലാം കൊണ്ടുപോകുന്നത്. പബ്ലിക് ഹെൽത്ത് ഒഫീഷ്യൽസ്, അതായത് ഇത് നടപ്പാക്കേണ്ട ആൾക്കാർക്ക് ഈ ആക്ടിനെ കുറിച്ച് നല്ല രീതിയിൽ നോളജ് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഈ ആക്ടുകളെല്ലാം എഫക്റ്റീവ് ആയിട്ട് നടപ്പാക്കുന്നതിന് ഒരു എക്സ്പെർട്ടൈസും അവർക്ക് ഉണ്ടായിരിക്കണം. അപ്പം ഈ 3 അപ്രോച്ചസ് ആണ് പ്രധാനമായിട്ടും പബ്ലിക് ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഉള്ളത്. ഇനി നമുക്ക് പബ്ലിക് ഹെൽത്ത് ആക്ടിന് പ്രധാനമായിട്ടും ഒരു 4 ഒബ്ജക്റ്റീവ്സ് പറയുന്നുണ്ട്. ഓക്കെ, അതിൽ ഒന്നാമത്തത് നമ്മുടെ ന്യൂയിസൻസ് അബേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് വൺ, ന്യൂയിസൻസ് ഇല്ലാതാക്കുക. രണ്ടാമത്തേന്ന് പറയുന്നത് ഇൻഫെക്ഷ്യസ് ഡിസീസുകളിൽ നിന്നും നമ്മുടെ പബ്ലിക്കിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്. മൂന്നാമത്തത് നമ്മുടെ പബ്ലിക്കിന് സേഫ് ആയിട്ടുള്ള ഫുഡ് പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ എൻഷുർ ചെയ്യുക. സേഫ് ആയില്ലാത്ത ഫുഡ് കാരണം നമുക്ക് ഒരുപാട് രോഗങ്ങൾ വരാം, അതൊന്നും വരാതെ അവർക്ക് സേഫ് ആയിട്ടുള്ള ഫുഡ് കിട്ടുന്നു എന്ന് എൻഷുർ ചെയ്യുക, അതാണ് മൂന്നാമത്തത്. നാലാമത്തത് സേഫ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പം ഈ ഒരു 4 ഒബ്ജക്റ്റീവ് ആണ് പ്രധാനമായിട്ടും നമ്മുടെ പബ്ലിക് ഹെൽത്ത് ആക്ടിനുള്ളത്. ഈ 4 ഒബ്ജക്റ്റീവിനെയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ 4 പില്ലേഴ്സ് ഓഫ് പബ്ലിക് ഹെൽത്ത് ആക്ട് എന്ന് പ്രധാനമായിട്ടും പറയുന്നത്. ഇതാണ് പബ്ലിക് ഹെൽത്ത് ആക്ടിനെ കുറിച്ച് നമുക്ക് ജനറൽ ആയിട്ട് പറയാനുള്ള കാര്യങ്ങൾ. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പോവുകയാണ്.
ഇതില് ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് പബ്ലിക് ഹെൽത്ത് ലോ എന്ന് പറയുന്നത്. അപ്പോ പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്നത് പബ്ലിക് ഹെൽത്തിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൂൾ ആണ് ലോ എന്ന് പറയുന്നത്. ഇപ്പം പബ്ലിക് ഹെൽത്ത് ലോയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ പബ്ലിക് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്സിന്റെ ജോലികൾക്ക് റെലവന്റ് ആയിട്ടുള്ള കുറച്ച് ലീഗൽ പ്രാക്ടീസസും എലമെന്റ്സും ഒക്കെ കമ്പൈൻ ചെയ്തിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഈ ഒരു പബ്ലിക് ഹെൽത്ത് ലോ എന്ന് പറയുന്നത്. ഈ ഒരു ലോ പ്രകാരം നമ്മുടെ പബ്ലിക് ഹെൽത്ത് ഒഫീഷ്യൽസിന് അല്ലെങ്കിൽ നമ്മുടെ പബ്ലിക് ഹെൽത്ത് ഓഫീസേഴ്സിന് ഒരുപാട് ലീഗൽ റൈറ്റ്സും റെസ്പോൺസിബിലിറ്റീസും ഉണ്ട്. അതെന്ന് പറയുന്നത് ഇതെല്ലാം നമ്മുടെ കമ്മ്യൂണിറ്റീസിന്റെ ഹെൽത്തിനെ, നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യുന്നതിനും പ്രൊട്ടക്ട് ചെയ്യുന്നതിനും ആയിട്ടുള്ള ലീഗൽ റൈറ്റ്സും റെസ്പോൺസിബിലിറ്റീസും ആണ്. അതെല്ലാം നമുക്ക് ഈ ഒരു പബ്ലിക് ഹെൽത്ത് ഒഫീഷ്യൽസിന് ലഭിക്കുന്നത് ഈ ഒരു പബ്ലിക് ഹെൽത്ത് ലോയിലൂടെയാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് സെൻട്രൽ പബ്ലിക് ഹെൽത്ത് ലോ എന്താണെന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന പ്രകാരം ഇന്ത്യയിൽ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ്സിന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെങ്കിലും സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിലും ഹെൽത്ത് റിലേറ്റഡ് മാറ്റേഴ്സ് റെഗുലേറ്റ് ചെയ്യാനുള്ള പവർ കൊടുത്തിട്ടുണ്ട്. അതായത് ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ റെഗുലേറ്റ് ചെയ്യാനുള്ള ഒരു അധികാരം നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിനും ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റിനും ഉണ്ട്. ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റ് ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഹെൽത്ത് പോളിസീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സെൻട്രൽ പബ്ലിക് ഹെൽത്ത് ലോയിൽ പറയുന്നത്. ഇനി നമ്മൾ തുടക്കത്തിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പൊ നിലവിലുള്ള പബ്ലിക് ഹെൽത്ത് ആക്ടിന് മുന്നേ നമുക്ക് നിലനിന്നിരുന്ന രണ്ടെണ്ണമാണ് മദ്രാസ് പബ്ലിക് ഹെൽത്ത് ആക്ടും അതുപോലെ തന്നെ ട്രാവൻകൂർ കൊച്ചിൻ പബ്ലിക് ഹെൽത്ത് ആക്ടും. അപ്പം ഇങ്ങനെ ഈ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നത് കുറച്ചുകൂടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അങ്ങനെ റെഡിങ്കിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം ഇതിന്റെ രണ്ടിന്റെയും വർഷങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. പലതവണ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പം ഇനി അങ്ങോട്ട് പറയുന്നതിലായാലും നമ്മൾ ഈ പറയുന്ന ആക്ടുകളുടെ എല്ലാം വർഷങ്ങൾ, നിലവിൽ വന്ന വർഷങ്ങൾ ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പം മദ്രാസ് പബ്ലിക് ഹെൽത്ത് ആക്ട് എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് നമ്മുടെ മദ്രാസ് സ്റ്റേറ്റിലെ പബ്ലിക് ഹെൽത്ത് കാര്യങ്ങളെല്ലാം കുറച്ചുകൂടെ അഡ്വാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഒരു ആക്ട് ആണ് മദ്രാസ് പബ്ലിക് ഹെൽത്ത് ആക്ട് അല്ലെങ്കിൽ MPH ആക്ട് എന്ന് പറയുന്നത്. ഇത് പിന്നീട് മലബാറിലെ എല്ലാ ഡിസ്ട്രിക്റ്റിലേക്കും അതുപോലെ തന്നെ കാസർഗോഡ് താലൂക്കിലേക്കും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്രയും കാര്യങ്ങളാണ് മദ്രാസ് പബ്ലിക് ഹെൽത്ത് ആക്ടിൽ പറയുന്നത്. നെക്സ്റ്റ് ഈ ട്രാവൻകൂർ കൊച്ചിൻ പബ്ലിക് ഹെൽത്ത് ആക്ട് നിലവിൽ വരുന്നത് 1955 ഈ ഒരു ആക്ട് നിലവിൽ വരുന്നത് 1955 പിന്നെ അത് നമ്മുടെ അത് എക്സ്റ്റെൻഡ് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രാവൻകൂർ കൊച്ചിൻ ആ ഒരു ഏരിയ ഫുൾ ആയിട്ടാണ് ഈ ഒരു ആക്ട് എക്സ്റ്റെൻഡ് ചെയ്തതും. ഇതും ഈ പറഞ്ഞതുപോലെ തന്നെ ട്രാവൻകൂർ കൊച്ചിൻ ഏരിയയിലുള്ള പബ്ലിക് ഹെൽത്ത് കുറച്ചുകൂടെ അഡ്വാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ MPH ആക്ട് നിലവിൽ വന്നത് 1939 TCPH ആക്ട് എന്ന് പറയുന്നത് 1955 അത് ഓർത്തു വെച്ചിരിക്കുക. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഒഫൻസ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ്. പലതവണയായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ഒഫൻസ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഒഫൻസ് എന്ന് നോക്കാം. ഏതെങ്കിലും രീതിയിൽ ഒരു ലോ ബ്രേക്ക് ചെയ്യുന്നു, അതിന് ഒരു പർട്ടിക്കുലർ പണിഷ്മെന്റ് കിട്ടാവുന്ന തരത്തിലുള്ള ഒരു ലോ ആണ് ബ്രേക്ക് ചെയ്യുന്നത്. അപ്പൊ ഒരു പണിഷ്മെന്റ് കിട്ടാവുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു ലോ ബ്രേക്ക് ചെയ്യുന്ന തരത്തിലുള്ള ക്രൈം, അത്തരത്തിലുള്ള ഒരു കുറ്റത്തിനെയാണ് നമ്മൾ ഒഫൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Offense means any act or omission made punishable by any law for the time being in force and includes any act in respect of which a complaint may be made under any specific provision of any act. അപ്പം ഏതെങ്കിലും ഒരു ആക്ടിന്റെ അണ്ടറിൽ നമുക്കൊരു കംപ്ലൈന്റ് കിട്ടി കഴിഞ്ഞാൽ അപ്പം അത്തരത്തില് പണിഷബിൾ ആയിട്ട് നമുക്ക് പണിഷ്മെന്റ് കിട്ടാവുന്ന രീതിയിൽ ചെയ്യാവുന്ന ആക്ട്, ഏതെങ്കിലും ഒരു പ്രവൃത്തിയാണ് നമ്മൾ ഒഫൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഒഫൻസ് എന്ന് പറയുന്ന കാര്യം നമ്മൾ ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ നമ്മൾ ചെയ്യുന്ന കുറ്റം ഏതെങ്കിലും രീതിയിൽ മെന്റലി എന്തെങ്കിലും കോൺസിക്വൻസ് ഉണ്ടാക്കുവാണെങ്കിൽ അതും ഈ ഒരു ഒഫൻസിനകത്ത് ഉൾപ്പെടുന്നതാണ്. അപ്പം ഈ ഒരു ഒഫൻസ് എന്നുള്ള കാര്യം ഒന്നുകൂടെ ശ്രദ്ധിച്ച് പഠിക്കുക. ഇനി ഒഫൻസ് തന്നെ പല രീതിയിലുണ്ട്. അതിൽ ഒന്നാമത്തെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്, ബെയിലബിൾ ഒഫൻസും അതുപോലെ തന്നെ നോൺ ബെയിലബിൾ ഒഫൻസും. ഇതില് ബെയിലബിൾ ഒഫൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ക്രിമിനൽ പ്രൊസീജിയർ കോഡിന്റെ ഷെഡ്യൂൾ 1 പ്രകാരവും അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള ഏതെങ്കിലും നിയമപ്രകാരവും ജാമ്യം ലഭിക്കാവുന്ന തരത്തിലുള്ള കുറ്റങ്ങളാണെങ്കിൽ അതിനെ നമ്മൾ ബെയിലബിൾ ഒഫൻസ് എന്നാണ് പറയുന്നത്. അതേസമയം ഒരു പോലീസ് ഓഫീസറിന് ബെയിൽ കൊടുക്കാൻ പറ്റാത്ത, അതായത് ജാമ്യം കൊടുക്കാൻ കഴിയാത്ത രീതിയിലുള്ള സീരിയസ് ആയിട്ടുള്ള കുറ്റകൃത്യങ്ങളാണ് നോൺ ബെയിലബിൾ ഒഫൻസിൽ വരുന്നത്. അപ്പം ഇത് ഇത്രയൊന്ന് നോക്കുക.
ഇനി നമ്മൾ ഇതിൽ നോക്കുന്നത് ഈ ബെയിലബിൾ ഒഫൻസും നോൺ ബെയിലബിൾ ഒഫൻസും പറഞ്ഞല്ലോ, ഇതിൽ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളതാണ് നമ്മൾ അടുത്തതിൽ നോക്കാൻ പോകുന്നത്. ബെയിലബിൾ ഒഫൻസ്, അതായത് ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങൾ എന്ന് പറയുമ്പോൾ അത്രയും സീരിയസ്നെസ് ഇല്ലാത്തതാണ്, ലെസ് സീരിയസ് ആയിട്ടുള്ള ക്രൈം ആയിരിക്കും അതിൽ വരുന്നത്. അതേസമയം നോൺ ബെയിലബിൾ ഒഫൻസസ് എന്ന് പറയുമ്പോൾ ജാമ്യം കിട്ടാത്തതാണെങ്കിൽ അത്രയും സീരിയസ് ആയിട്ടുള്ള കുറ്റങ്ങളായിരിക്കും അതിൽ വരുന്നത്. രണ്ടാമത് പറയുന്നതും ഈ ബെയിലബിൾ ഒഫൻസിലാണെന്നുണ്ടെങ്കിൽ ഈ കുറ്റക്കാരൻ അക്യൂസ്ഡ് ആയിട്ടുള്ള ആള് അല്ലെങ്കിൽ കുറ്റാരോപിതൻ എന്ന് പറയുന്നത് ഒരു ബോണ്ടോ അല്ലെങ്കിൽ ഒരു ഷ്യൂറിറ്റി, അതായത് ജാമ്യക്കാരന്റെ വ്യവസ്ഥയിൽ ഇയാൾക്ക് നമുക്ക് ജാമ്യം അനുവദിക്കാൻ സാധിക്കുന്നതാണ്. ഇനി മൂന്നാമത് പറയുന്നത് ഈ ബെയിലബിൾ ഒഫൻസ് വഴിയിട്ടുള്ള ജാമ്യം. ബെയിലബിൾ ഒഫൻസിൽ നമ്മൾ ജാമ്യം കൊടുക്കുന്നത് ഒന്നുകിൽ പോലീസ് ഓഫീസർ ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കോർട്ടായിരിക്കും. അപ്പം ഈ ഒരു ബെയിലബിൾ ഒഫൻസിൽ നമ്മുടെ ഈ ഒരു കുറ്റാരോപിതന് ജാമ്യം ലഭിക്കാനുള്ള അവകാശമുണ്ട്. അതിപ്പോ നമുക്ക് പോലീസ് ഓഫീസർ വഴിയിട്ടോ നേരിട്ടോ അല്ലെങ്കിൽ നമുക്ക് കോടതി വഴിയിട്ടോ ജാമ്യം എടുക്കാവുന്നതാണ്. അതേസമയം ഒരു നോൺ ബെയിലബിൾ ഒഫൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കോടതി മുഖേന മാത്രമേ ജാമ്യം എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതാണ് ഒരു ഡിഫറൻസ് ആയിട്ട് പറയുന്നത്. ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നോൺ ബെയിലബിൾ ഒഫൻസ് ആണെന്നുണ്ടെങ്കിൽ പണിഷ്മെന്റ് ആയിട്ട് നമുക്കിപ്പം ഡെത്തോ അല്ലെങ്കിൽ ഇംപ്രൈസൺമെന്റ്, അതായത് ഒന്നുകിൽ തടവോ അല്ലെങ്കിൽ വധശിക്ഷയോ വരെ ലഭിക്കാവുന്ന കുറ്റങ്ങളായിരിക്കും നോൺ ബെയിലബിൾ ഒഫൻസിൽ നമുക്ക് ഉണ്ടായിരിക്കുന്നത്. ഇത്രയുമാണ് ബെയിലബിൾ ഒഫൻസും നോൺ ബെയിലബിൾ ഒഫൻസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് കൊഗ്നൈസബിൾ ഒഫൻസും നോൺ കൊഗ്നൈസബിൾ ഒഫൻസും ആണ് പറയുന്നത്. നമ്മുടെ CRPC ക്രിമിനൽ പ്രൊസീജിയർ കോഡിലെ സെക്ഷൻ 154 പ്രകാരമാണ് കൊഗ്നൈസബിൾ ഒഫൻസ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ഒഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോലീസ് ഓഫീസറിന് ഒരു വാറന്റ് കൂടാതെ തന്നെ നമുക്ക് ഒരു കുറ്റാരോപിതനെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള കുറ്റങ്ങളാണ് കൊഗ്നൈസബിൾ ഒഫൻസ് എന്ന് പറയുന്നത്. അതായത് വളരെ സീരിയസ് ആയിട്ടുള്ള കുറ്റകൃത്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മർഡർ, റേപ്പ്, കിഡ്നാപ്പിംഗ് ഇതുപോലെയുള്ള സീരിയസ് നേച്ചറിലുള്ള ക്രൈമാണ് നടന്നെന്നുണ്ടെങ്കിൽ അവിടെ പോലീസ് ഓഫീസേഴ്സിന് വാറന്റ് ഇല്ലാതെ തന്നെ ആ ഒരു അക്യൂസ്ഡിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി അതേസമയം നോൺ കോഗ്നൈസബിൾ ഒഫൻസ് നമ്മുടെ CRPCയുടെ സെക്ഷൻ 155 പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറയുന്നത് ഒരു വാറന്റ് കൂടാതെ ഒരു പോലീസ് ഓഫീസറിനും ഇതിൽ പറയുന്ന കുറ്റാരോപിതനെ അറസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഇതെന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ സീരിയസ്നെസ് കുറഞ്ഞ തരത്തിലുള്ള കുറ്റങ്ങളാണ് ഇതിൽ വരുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അസോൾട്ട്, ചീറ്റിംഗ്, വഞ്ചന കുറ്റം പോലെയുള്ളതൊക്കെ ഇതിലാണ് വരുന്നത്. ഇവിടെ വാറന്റ് കൂടാതെ നമുക്ക് പ്രതിയെ അറസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. നോൺ കോഗ്നൈസബിൾ ഒഫൻസിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മജിസ്ട്രേറ്റിന്റെ ഓർഡർ കിട്ടാതെ ഈ ഒരു പോലീസ് ഓഫീസറിന് ഇൻവെസ്റ്റിഗേഷന് സ്റ്റാർട്ട് ചെയ്യാനും സാധിക്കുന്നതല്ല. അപ്പം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മൈനർ ഒഫൻസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ സൊസൈറ്റിക്ക് ഇയാൾ ഉണ്ടാക്കിയ ആ ഒരു ഹാം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും, ലെസ് സീരിയസ് ആയിട്ടുള്ള കേസസ് ആണ്. അതുകൊണ്ട് തന്നെ മജിസ്ട്രേറ്റിന്റെ ഓർഡർ ഇല്ലാതെ നമ്മുടെ പോലീസ് ഓഫീസേഴ്സിന് ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നതല്ല. അതേപോലെ തന്നെ ഈ നോൺ കോഗ്നൈസബിൾ ഒഫൻസ് എന്ന് പറയുമ്പോൾ കൂടുതലും നമ്മുടെ ഇൻഡിവിജ്വൽസിന് എതിരെയായിട്ട് വരുന്നതായിരിക്കും. അതേസമയം കൊഗ്നൈസബിൾ ഒഫൻസ് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് വരുന്നതാണെങ്കിൽ അത് നമ്മുടെ സൊസൈറ്റിക്കെതിരെയോ ഇവൻ നമ്മുടെ സ്റ്റേറ്റിനെതിരെയോ വരെയുള്ള കേസസ് അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. മറ്റ് നോൺ കോഗ്നൈസബിൾ ആണെങ്കിൽ കൂടുതലും ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വലിനെതിരെയുള്ള കേസസ് ഒക്കെ ആയിരിക്കും, ഈ വഞ്ചന കുറ്റം പോലെയുള്ളതൊക്കെ ആയിരിക്കും അതിൽ വരുന്നത്. അപ്പൊ ഇതാണ് കോഗ്നൈസബിൾ ഒഫൻസും നോൺ കോഗ്നൈസബിൾ ഒഫൻസും. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് CRPC ആണ്. ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ്, നമ്മുടെ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് എന്ന് പറയുന്നത്. ഇത് നിലവിൽ വന്നത് 1973 അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒഫൻസിന്റെ ട്രയലിനെ കുറിച്ചും അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയറിനെ കുറിച്ചും ഒക്കെ പറയുന്ന ഒരു പ്രൊസീജിയറൽ ലോ ആണ് ഈ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു CRPCയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒഫൻഡേഴ്സ് കുറ്റക്കാർക്ക് പണിഷ്മെന്റ് കൊടുക്കുന്നതിനുള്ള ഒരു മെഷീനറി, ഒരു ടൂൾ ആയിട്ടാണ് നമ്മൾ ഈ ഒരു CRPC കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് CRPCയിൽ പറയുന്നത്. ഇനി ഒഫൻസിനകത്ത് തന്നെ വരുന്ന വേറൊരെണ്ണമാണ് കോമ്പൗണ്ടിങ് ഒഫൻസ് എന്ന് പറയുന്നത്. അത് ഈ പറഞ്ഞതുപോലെ തന്നെ CRPCയിലെ സെക്ഷൻ 320 പറയുന്നത്. പറ്റുമെങ്കിൽ ഈ പറയുന്ന സെക്ഷൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അപ്പം കോമ്പൗണ്ടിങ് ഒഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അക്യൂസ്ഡും അതുപോലെ തന്നെ കംപ്ലൈനന്റും ചേർന്ന് കോംപ്രമൈസിന് തയ്യാറാകുന്ന തരത്തിലുള്ള ഒഫൻസ്, അതായത് കുറ്റക്കാരനും അതുപോലെ തന്നെ ഈ പരാതിക്കാരനും കൂടെ ചേർന്ന് കോംപ്രമൈസ് ചെയ്യാവുന്ന തരത്തിലുള്ള കുറ്റങ്ങളാണ് കോമ്പൗണ്ടിങ് ഒഫൻസ് എന്ന് പറയുന്നത്. അങ്ങനെ അവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ അക്യൂസ്ഡും കംപ്ലൈന്റും കൂടെ ചേർന്നിട്ട് നമ്മുടെ കോടതി മുമ്പാകെ ഒരു ജോയിന്റ് ആപ്ലിക്കേഷൻ പ്രിപ്പയർ ചെയ്യും. ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ, കോടതിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ കേസ് പ്രൊസീഡ് ചെയ്യില്ല.
ഇതാണ് കോമ്പൗണ്ടിങ് ഒഫൻസിന്റെ കാര്യം. ഒരു ഒഫൻസ് കോമ്പൗണ്ടബിൾ ആണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഒഫൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ നിയമം അതിന് കോംപ്രമൈസ് ചെയ്യാൻ സമ്മതിക്കുന്നുണ്ട്. അതേസമയം നോൺ കോമ്പൗണ്ടബിൾ ഒഫൻസ് ആണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ കോംപ്രമൈസ് ചെയ്യാൻ അനുവദിക്കുന്നതല്ല. ഇനി കോമ്പൗണ്ടബിൾ ഒഫൻസ് തന്നെ രണ്ട് രീതിയിലാണുള്ളത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി മുഖാന്തരം തീർപ്പ് കൽപ്പിക്കുന്നതാണ്. അതാണ് ആദ്യത്തെ എന്ന് പറയുന്നത്. അപ്പം അവിടെ രണ്ട് പാർട്ടീസും തമ്മിൽ കോംപ്രമൈസ് ചെയ്യുന്നു, അത് കോടതി മുഖാന്തരമാണ്. അപ്പൊ കോടതി ഇവര് കോംപ്രമൈസ് ചെയ്യുന്നത് നിരീക്ഷിച്ചിട്ട് അത് റെക്കോർഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത കേസിലാണെന്നുണ്ടെങ്കിൽ കോടതിക്ക് പുറത്ത് വെച്ചിട്ട് ഇവര് തമ്മിൽ കോംപ്രമൈസ് ആവുന്നതാണ് അടുത്തതെന്ന് പറയുന്നത്. അപ്പം ഈ കോമ്പൗണ്ടബിൾ ഒഫൻസും ഈ പറഞ്ഞതുപോലെ തന്നെ ലെസ് സീരിയസ് ആയിട്ടുള്ളതാണ്. വലിയ കുറ്റകൃത്യങ്ങളൊന്നുമല്ല, ചെറിയ രീതിയിലുള്ള കുറ്റകൃത്യങ്ങളാണ്. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ് IPC യെ കുറിച്ചാണ് പറയുന്നത്. അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ്. 1860 ഇത് നിലവിൽ വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ഇന്ത്യൻ പീനൽ കോഡിനെ കുറിച്ച് പറയുവാണെങ്കിൽ പ്രധാനമായിട്ട് ക്രൈംസ്, ഒഫൻസ്, അതിന്റെ പണിഷ്മെന്റ്, ഇങ്ങനെയുള്ള ലോയുടെ കുറെ കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് ഈ ഒരു ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറയുന്നത്. അപ്പം ഇത് നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ ആൾക്കാരെയും കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഇന്ത്യൻ പീനൽ കോഡ് നിലവിൽ വന്നിട്ടുള്ളത്. അപ്പം ഈ IPCയിൽ പ്രധാനമായിട്ടും നമ്മുടെ സ്റ്റേറ്റിനെതിരെയുള്ള ഒഫൻസസ്, അതുപോലെ തന്നെ പബ്ലിക് എതിരെയുള്ള ഒഫൻസസ്, കിഡ്നാപ്പിംഗ്, റേപ്പ്, ഇതിന്റെ കാര്യങ്ങളെല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. അതൊന്നും ഓർത്തു വെച്ചിരിക്കും. ഇനി നമ്മളിപ്പോ CRPCയും പറഞ്ഞു, അതുപോലെ തന്നെ IPCയും പറഞ്ഞു. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് അടുത്തതിൽ പറയുന്നത്. അപ്പം ഇന്ത്യൻ പീനൽ കോഡിലാണെങ്കിൽ പ്രധാനമായിട്ടും നമ്മുടെ ക്രൈംസ്, അതിന്റെ പണിഷ്മെന്റ്, ഈ കാര്യങ്ങളൊക്കെയാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതേസമയം നമ്മുടെ CRPC ക്രിമിനൽ പ്രൊസീജിയർ കോഡിലാണെന്നുണ്ടെങ്കിൽ ഒരു ക്രിമിനൽ കോടതിയുടെ ഹൈറാർക്കി എങ്ങനെയാണ്, ഒരു ക്രിമിനൽ സ്യൂട്ട്, ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അതിന്റെ സ്റ്റേജസ് എങ്ങനെയാണ്, മജിസ്ട്രേറ്റിന്റെ പവർ എന്തൊക്കെയാണ്, പലതരത്തിലുള്ള ക്രിമിനൽ കേസസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഈ ഒരു പോലീസിനെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം എത്രത്തോളമാണ് ഉള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് CRPCയിൽ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. ഇതാണ് IPCയും CRPCയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് കാര്യമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പണിഷ്മെന്റ് ഫോർ റേപ്പ്, റേപ്പിനുള്ള പണിഷ്മെന്റ് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ റേപ്പ് എന്ന് പറയുന്ന വേർഡ് IPCയിലെ സെക്ഷൻ 375 ലീഗലി ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഇവിടെ നമ്മൾ റേപ്പിനെ ഡിഫൈൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ അതിന്റെ പണിഷ്മെന്റും പറയുന്നുണ്ട്. അപ്പം ഈ ഒരു റേപ്പ് നടന്നു കഴിഞ്ഞാൽ അതിന്റെ പണിഷ്മെന്റ് ആയിട്ട് പറയുന്നത് ഒന്നുകിൽ ജീവപര്യന്തം തടവാണ് പറയുന്നത്, അല്ലാന്നുണ്ടെങ്കിലും 10 വർഷത്തിൽ കുറയാതുള്ള തടവ് ഇതിനെ പണിഷ്മെന്റ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. അതാണ് ഒന്നാമത്തത്. പിന്നെ രണ്ടാമത്തത് ഇൻസൾട്ടിങ് ദ മോഡസ്റ്റി ഓഫ് എ വുമൺ, അതായത് നമ്മുടെ സ്ത്രീകളുടെ മാന്യത ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനുള്ള പണിഷ്മെന്റ് നമ്മുടെ IPCയുടെ സെക്ഷൻ 509 പ്രകാരമാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ എന്തെങ്കിലും ഫോഴ്സ് ഉപയോഗിച്ച് നമ്മളെ അസോൾട്ട് ചെയ്യുവാണെങ്കിൽ അത്തരത്തിലുള്ള ഒഫൻസ് ആണെന്നുണ്ടെങ്കിൽ അത് IPCയുടെ സെക്ഷൻ 354 വരുന്നത്. അപ്പം ഇൻസൾട്ടിങ് ദ മോഡസ്റ്റി ഓഫ് എ വുമൺ ത്രൂ വേർഡ്സ് ഓർ ജസ്റ്റേഴ്സ്, അതിപ്പോ വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ ജസ്റ്റേഴ്സ് കൊണ്ടോ ആകാം, അത് സെക്ഷൻ 509 വരുന്നത് IPCയുടെ. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് എവിഡൻസും അതിന്റെ ടൈപ്സും ആണ്. ഇതും പലതവണ നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളതാണ്, എവിഡൻസും അതിന്റെ ടൈപ്സ് എന്ന് പറയുന്നത്. അപ്പം എവിഡൻസ്, തെളിവ് കൊണ്ട് നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു കോടതിയിൽ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അതിന്റെ സത്യം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് കോടതിയുടെ മുമ്പാകെ നമ്മൾ പ്രസന്റ് ചെയ്യുന്ന ഏതൊരു മെറ്റീരിയലിനെ നമുക്ക് എവിഡൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പം ഈ ഒരു എവിഡൻസ് തന്നെ പല തരത്തിലാണ് ഉള്ളത്. അപ്പം അതിൽ ഒന്നാമത്തെ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റിയൽ എവിഡൻസ് ഓർ മെറ്റീരിയൽ എവിഡൻസ് ആണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാക്ഷിയോ അല്ലാതെ ഡോക്യുമെന്റോ, ഈ സാക്ഷി ഡോക്യുമെന്റ് ഇത് രണ്ടും അല്ലാതെ നമ്മുടെ കോടതിയുടെ മുമ്പാകെ സത്യം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഏതൊരു ഒബ്ജക്റ്റ് പ്രസന്റ് ചെയ്യുന്നു അതിനെയാണ് നമ്മൾ റിയൽ എവിഡൻസ് ഓർ മെറ്റീരിയൽ എവിഡൻസ് എന്ന് പറയുന്നത്. ഇത് സാക്ഷിയും ആയിരിക്കില്ല, അതുപോലെ തന്നെ ഡോക്യുമെന്റും ആയിരിക്കില്ല, ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ്, ഏതെങ്കിലും ഒരു വസ്തു ആയിരിക്കും ഈ സത്യം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് കോടതിയുടെ മുമ്പാകെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ്. അതിനാണ് നമ്മൾ റിയൽ എവിഡൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഡോക്യുമെന്ററി എവിഡൻസിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ലെറ്റേഴ്സോ ഫിഗേഴ്സോ അത്തരത്തിലൊരു ഡോക്യുമെന്റ് കോടതിയുടെ മുമ്പാകെ പ്രസന്റ് ചെയ്യാണ്. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും രീതിയിലുള്ള ലെറ്റേഴ്സ്, ഫിഗേഴ്സ്, ഇതൊക്കെ നമ്മൾ ഡോക്യുമെന്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡോക്യുമെന്ററി എവിഡൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് എവിഡൻസ് ആണ്.
ഡയറക്റ്റ് എവിഡൻസ് അല്ലെങ്കിൽ പോസിറ്റീവ് എവിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടെസ്റ്റിമണി ഓഫ് എനി എവിഡൻസ് ഓഫ് എ ഫാക്ട് ആക്ച്വലി പ്രൂവ്ഡ് ബൈ ദ വിറ്റ്നസ് ബൈ ഹിസ് ഓൺ ഒപ്പീനിയൻ. അതായത് സാക്ഷി അയാളുടെ അഭിപ്രായത്താൽ തെളിയിക്കപ്പെട്ട ഒരു വസ്തുത സാക്ഷി പറയുന്നു, അയാളുടെ അഭിപ്രായം പറഞ്ഞു, അതുവഴിയിട്ട് തെളിയിക്കപ്പെട്ടു. ആ ഒരു തെളിവിനെയാണ് നമ്മൾ ഡയറക്റ്റ് എവിഡൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് ഇൻഡയറക്റ്റ് അല്ലെങ്കിൽ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ആണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാഹചര്യ തെളിവുകളാണ്. നമുക്ക് ഇപ്പം ഡയറക്റ്റ് ആയിട്ടുള്ള തെളിവുകൾ ഒന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സത്യം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സാഹചര്യ തെളിവുകൾ ഉപയോഗിക്കാവുന്നതാണ്. അത് പക്ഷേ ഡയറക്റ്റ് എവിഡൻസ് അവൈലബിൾ അല്ലാത്ത സാഹചര്യത്തിൽ മാത്രമാണ് ഇത്തരത്തിൽ ഇൻഡയറക്റ്റ് അല്ലെങ്കിൽ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓറൽ എവിഡൻസ് ആണ്. ഓറൽ എവിഡൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സാക്ഷി ഇൻക്വയറിയുടെ ടൈമില് അയാള് എന്താ പറയുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റ്സും, കോടതിയുടെ മുമ്പിൽ അയാൾ പറയുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റ്സും ഓറൽ എവിഡൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് അയാൾ വെർബലി പറയുന്ന വെർബൽ സ്റ്റേറ്റ്മെന്റ് അത് എല്ലാം നമ്മൾ ഓറൽ എവിഡൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് രണ്ടെണ്ണമാണ് പ്രൈമറി എവിഡൻസും സെക്കൻഡറി എവിഡൻസും. ഇത് രണ്ടും നമ്മൾ ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ പ്രൈമറി എവിഡൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ അതൊരു ഒറിജിനൽ ഡോക്യുമെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ആണ്. നമ്മുടെ ഇൻസ്പെക്ഷന്, കോടതിയുടെ തെളിവിലേക്കായി അല്ലെങ്കിൽ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒറിജിനലി ഒരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് പ്രസന്റ് ചെയ്യുവാണെങ്കിൽ അതിനെ നമ്മൾ പ്രൈമറി എവിഡൻസ് എന്ന് പറയുന്നു. ഇനി സെക്കൻഡറി എവിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പ്രൈമറി എവിഡൻസ് കിട്ടാത്ത സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന്റെ കോപ്പിയോ അല്ലെങ്കിൽ കോപ്പി പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു ഒരു സെക്കൻഡറി എവിഡൻസ് എന്നുള്ള രീതിയിൽ. അത് നമ്മൾ പറഞ്ഞിരിക്കുന്ന സാധനം ഒറിജിനൽ സോഴ്സിൽ നിന്നുമാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെക്കൻഡറി എവിഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് ഈ കോപ്പീസ്, ആ ഒറിജിനൽ ഡോക്യുമെന്റിന്റെ കോപ്പീസ് പ്രൊവൈഡ് ചെയ്യുക. അതാണ് നമ്മൾ സെക്കൻഡറി എവിഡൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് ഇത്രയും കാര്യങ്ങളാണ് എവിഡൻസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ക്രൈം എന്നാണ്. അപ്പം ക്രൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സീരിയസ് ആയിട്ടുള്ള ഒരു ആന്റി സോഷ്യൽ ആക്ഷൻ ആണ്. അപ്പം ഇതിനെതിരെ നമ്മുടെ സ്റ്റേറ്റ് അവർക്ക് ഒരു പണിഷ്മെന്റോ അല്ലെങ്കിൽ കറക്റ്റീവ് മെഷേഴ്സോ ഇമ്പാർട്ട് ചെയ്യും. അപ്പൊ അത്തരത്തിലുള്ള ഒരു കാര്യമാണ് ക്രൈം എന്ന് പറയുന്നത്. നമ്മുടെ സൊസൈറ്റിക്ക് എതിരെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്, അതിന് നമ്മൾ പണിഷ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പം ഈ ഒരു ലോ പണിഷ് ചെയ്യുന്ന തരത്തിലുള്ള പ്രവർത്തികളെയാണ് നമ്മൾ ക്രൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഡോക്യുമെന്റ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ലെറ്റേഴ്സോ ഫിഗേഴ്സോ മാർക്സോ അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ചേർന്നതോ ആയിട്ട് നമ്മൾ ഒരു മാറ്റർ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള സാധനത്തിനെയാണ് നമ്മൾ ഡോക്യുമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറയുന്ന സാധനം അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന വസ്തുത അത് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലെറ്റേഴ്സും ഫിഗേഴ്സും മാർക്സും ഒക്കെ യൂസ് ചെയ്യുന്നു. അതിനെയാണ് ഡോക്യുമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. മിക്കവാറും ഉള്ള എല്ലാ എക്സാംസിലും കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സമ്മൻസും വാറന്റും. അപ്പൊ അത് നല്ല കൃത്യമായിട്ട് ഇത് നോക്കിയിട്ട് പോവുക. അപ്പൊ ആദ്യം സമ്മൻസ് എന്താണെന്ന് നോക്കാം. സമ്മൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോടതി തന്നെ ഒരു പർട്ടിക്കുലർ ഡേറ്റിലും ടൈമിലും ഈ ഒരു അക്യൂസ്ഡ് അല്ലെങ്കിൽ ആ ഒരു പറയുന്ന ആള് പ്രസന്റ് ചെയ്യണം. ആ കോടതി പറയുന്ന ഒരു പർട്ടിക്കുലർ ഡേറ്റിലും ടൈമിലും കോടതി മുമ്പാകെ അവർ പ്രസന്റ് ചെയ്യണം എന്ന് പറഞ്ഞ് കോടതിയിൽ നിന്നും അയക്കുന്ന ഒരു ഇന്റിമേഷൻ ലെറ്റർ ആണ് സമ്മൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേസമയം വാറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓണറബിൾ കോർട്ടിന് മുൻപില് ഈ ഒരു ആളെ പോലീസ് ഓഫീസേഴ്സ് അറസ്റ്റ് ചെയ്തുകൊണ്ട് വരണം എന്ന രീതിയിൽ നമ്മൾ പറയുന്ന ഒരു ഇന്റിമേഷൻ ലെറ്റർ ആണ് വാറന്റ്. സമ്മൻസ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ആ ഒരു പാർട്ടിക്ക് നമ്മൾ ഇന്റിമേഷൻ ലെറ്റർ അയക്കുകയാണ്, ഇന്ന സമയത്ത് അല്ലെങ്കിൽ ഇന്ന ഡേറ്റിൽ ഇവിടെ ഹാജരാകണം എന്ന് പറഞ്ഞ്. അതേസമയം വാറന്റ് ആണെങ്കിൽ നമ്മൾ പോലീസ് ഓഫീസേഴ്സിനോട് അറസ്റ്റ് ചെയ്ത് അവരെ കൊണ്ടുവരാനാണ് പറയുന്നത്. ഇതാണ് സമ്മൻസും വാറന്റും തമ്മിലുള്ള ഒരു വ്യത്യാസം. ഇനി അടുത്തത് എന്താണ് സമൻസ് കേസ്, എന്താണ് വാറന്റ് കേസ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പം സമൻസ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓറൽ കേസ് അല്ലാതെ വരുന്ന അത്രയ്ക്ക് സീരിയസ് അല്ലാത്ത നമുക്ക് ജാമ്യം ലഭിക്കാവുന്ന തരത്തിൽ അല്ലെങ്കിൽ കോമ്പൗണ്ടബിൾ ഒഫൻസ് ആയിട്ടുള്ള കേസസ് ആണ് സമ്മൻസ് കേസസ് എന്ന് പറയുന്നത്. സീരിയസ്നെസ് വളരെയധികം കുറവായിരിക്കും ഇതില്. അതേസമയം വാറന്റ് കേസ് എന്ന് പറയുമ്പം നമുക്ക് ഒന്നുകിൽ വധശിക്ഷയോ അല്ലെങ്കിൽ തടവോ കിട്ടാവുന്ന രീതിയിൽ ഒരു 2 വർഷത്തിൽ കൂടുതലൊക്കെ തടവ് കിട്ടാവുന്ന അല്ലെങ്കിൽ വധശിക്ഷ കിട്ടാവുന്ന അത്രയും സീരിയസ് ആയിട്ടുള്ള കേസുകളാണ് നമ്മുടെ വാറന്റ് കേസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഇനി ഈ സമ്മൻസ് കേസും വാറന്റ് കേസും തമ്മിൽ എന്താണ് ഡിഫറൻസ് എന്ന് നോക്കാം. അപ്പം നമ്മുടെ ഒരു 2 വർഷത്തിനകം ഒക്കെ തടവ് കിട്ടുന്ന 2 വർഷത്തേക്കൊക്കെ തടവ് കിട്ടാവുന്ന തരത്തിലുള്ള കേസുകളാണ് നമ്മൾ സമ്മൻസ് കേസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.
അതേസമയം 2 വർഷത്തിൽ കൂടുതൽ തടവ് കിട്ടാവുന്ന രീതിയിലുള്ള കേസുകളാണ് നമ്മൾ വാറന്റ് കേസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതാണ് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുമ്പം സമൻ കേസിലാണെന്നുണ്ടെങ്കിൽ ചാർജ് ഫ്രെയിം ചെയ്യുന്നതിന് ട്രയൽ നടത്തേണ്ട ആവശ്യമില്ല, അതായത് വിചാരണ നടത്തേണ്ട ആവശ്യമില്ല. അതേസമയം വാറന്റ് കേസിലാണെന്നുണ്ടെങ്കിൽ ചാർജ് ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യണം, വിചാരണ നടത്തണം, കോടതി വഴിയിട്ട് നമ്മൾ ട്രയൽ നടത്തിയിരിക്കണം. ഇനി സമ്മൻസ് കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാക്ഷികളെ ഒരു തവണയായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ സമയത്ത് ഈ അക്യൂസ്ഡിന്, കുറ്റാരോപിതന് എന്ത് ചെയ്യാം, ഒരു തവണ ഈ സാക്ഷിയെ ക്രോസ് എക്സാമിൻ ചെയ്യാനുള്ള അവസരമുണ്ട്. അതേസമയം വാറന്റ് കേസിലാണെങ്കിൽ ഈ അക്യൂസ്ഡിന് 2 ഓപ്പർച്യൂണിറ്റി കിട്ടും ക്രോസ് എക്സാമിൻ, അതായത് വിറ്റ്നസിനെ ക്രോസ് എക്സാമിനേഷൻ ചെയ്യാൻ 2 ഓപ്പർച്യൂണിറ്റി കിട്ടും. ഒന്ന് നമ്മൾ ചാർജ് ചെയ്യുന്നതിന് മുമ്പും അതുപോലെ തന്നെ ചാർജ് ചെയ്തതിന് ശേഷവും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സമ്മൻസ് കേസും വാറന്റ് കേസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇൻക്വയറിയും അതുപോലെ എന്താണ് ട്രയലും എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പം ഏതൊരു ഒഫൻസ് നടന്നു കഴിഞ്ഞാലും അത് നമ്മൾ നോർമലി ഇൻക്വയറിയും നടത്താറുണ്ട്, അതുപോലെ തന്നെ കോർട്ട് വഴിയിട്ട് ട്രയലും നടത്താറുണ്ട്. അത് ഈ ഒരു പ്രവൃത്തി നടന്നത് ഏത് കോടതിയുടെ പരിധിയിലാണോ വരുന്നത് അവിടെ ഇതിന്റെ ഇൻക്വയറിയും നടക്കും, അതുപോലെ തന്നെ അതിന്റെ വിചാരണ ട്രയലും നടക്കും. ഇപ്പം ഏതൊരു ഒഫൻസ് ആണ് രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത്, ഇപ്പം മർഡറോ അല്ലെങ്കിൽ കസ്റ്റഡിയിൽ നിന്ന് എസ്കേപ്പ് ആവുകയോ അങ്ങനെയുള്ള ഒഫൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് ഏതാണോ കോമ്പീറ്റന്റ് ആയിട്ടുള്ള ഓഫീസർ അവർ എൻക്വയറി, അന്വേഷണം നടത്തുന്നു. അതേപോലെ തന്നെ ആ ഒരു സെയിം ഒഫൻസിന്റെ കാര്യം ഏതൊരു കോടതിയുടെ പരിധിയിലാണോ വരുന്നത് അവിടെ ട്രയൽ നടത്തുകയും ചെയ്യും. അതാണ് രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത്. മൂന്നാമത്തെ പറയുന്നത് ഒരു കോമ്പീറ്റന്റ് ഓഫീസർ ഫാക്ട് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഓക്കെ. അപ്പോൾ രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് ഇപ്പോ ഒരു മർഡറോ അല്ലെങ്കിൽ കസ്റ്റഡിയിൽ നിന്ന് എസ്കേപ്പ് ആവുന്ന അത്തരത്തിൽ എന്തെങ്കിലും ഒരു ഒഫൻസ് നടന്നു കഴിഞ്ഞാൽ അതൊരു കോമ്പീറ്റന്റ് ഓഫീസർ എൻക്വയറി നടത്തുന്നു. അതേപോലെ തന്നെ എൻക്വയറിക്ക് ശേഷം ഇത് നമ്മുടെ ഏത് കോടതി പരിധിക്കുള്ളിലാണോ ഈ ഒരു കേസ് വന്നത് അവിടെ ഇതിന്റെ ട്രയല്, അതിന്റെ വിചാരണയും നടത്തുന്നു. അതാണ് രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത് ഈ ഒരു ഒഫൻസ് നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അതിന്റെ കോമ്പീറ്റന്റ് ഓഫീസർ എൻക്വയറി, അന്വേഷണം നടത്താറുണ്ട്. അപ്പം ഇതിൽ ഇൻക്വയറി എന്ന് പറയുന്ന പാർട്ട് പ്രധാനമായിട്ടും തെളിവുകൾ ശേഖരിക്കുന്ന ഭാഗമാണ്. ഈ ഒരു ഒഫൻസിന്റെ തെളിവുകൾ ശേഖരിക്കുന്ന ഭാഗത്തിനെയാണ് നമ്മൾ ഇൻക്വയറി എന്ന് പറയുന്നത്. അതേസമയം ട്രയൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു ഒഫൻസ് അത് സത്യമാണോ, കുറ്റം നടന്നിട്ടുണ്ടോ, ആ സത്യം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വിചാരണ നടത്തുന്നതാണ് ട്രയൽ. അപ്പൊ ഇതാണ് ഇൻക്വയറിയും ട്രയലും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. എവിഡൻസ് കണ്ടുപിടിക്കാനുള്ള ആ ഒരു അന്വേഷണമാണ് ആദ്യത്തെ പാർട്ട് ഇൻക്വയറി എന്ന് പറയുന്നത്. അതിനുശേഷം ഇത് വെച്ചിട്ട് അത് സത്യമാണോ എന്ന് തെളിയിക്കുന്ന വിചാരണ ഭാഗമാണ് ട്രയൽ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് എക്സാമിനേഷൻ ഇൻ ചീഫും അതുപോലെ തന്നെ ക്രോസ് എക്സാമിനേഷനുമാണ്. അപ്പം നമ്മുടെ ഇന്ത്യൻ എവിഡൻസ് ആക്ടിന്റെ സെക്ഷൻ 138 പ്രകാരം ഈ വിറ്റ്നസിനെ ആദ്യം എക്സാമിൻ ചെയ്യുന്നത്, ആദ്യം വിചാരണ നടത്തുന്നത് ചീഫ് ആയിരിക്കും. അതിനുശേഷം ആ ഓപ്പോസിറ്റ് പാർട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്രോസ് എക്സാമിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ചെയ്ത് ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ആ പാർട്ടിയെ തിരിച്ചു വിളിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ റീ എക്സാമിൻ എന്ന് പറയുന്നു. അപ്പൊ ഒരു വിറ്റ്നസിനെ ആദ്യമായിട്ട് എക്സാമിൻ ചെയ്യുന്നത് ചീഫ് ആയിരിക്കും. അതിനുശേഷം അഡ്വേഴ്സ് പാർട്ടിക്ക് തീരുമാനിക്കുകയാണെങ്കിൽ ക്രോസ് എക്സാമിനേഷൻ നടത്താം. അങ്ങനെ നടന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അവരെപ്പോ തിരിച്ചു വിളിക്കുന്നോ അതിനെ നമ്മൾ റീ എക്സാമിൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു ഫസ്റ്റ് വിറ്റ്നസിനെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ആദ്യം എക്സാമിനേഷൻ നടത്തുന്നത് ചീഫ് ആണെന്ന് പറഞ്ഞു. ആ ഒരു സമയത്ത് ലീഡിങ് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാനായിട്ട് പാടില്ല. എക്സാമിനേഷൻ ഇൻ ചീഫ് ആ ഒരു ടൈമിൽ ലീഡിങ് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാനായിട്ട് പാടില്ല. പക്ഷേ നമ്മുടെ അഡ്വേഴ്സ് പാർട്ടി, ഓപ്പോസിറ്റ് പാർട്ടി അതിന് ഒബ്ജക്ഷൻ ഒന്നും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് ലീഡിങ് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. അതാണ് എക്സാമിനേഷൻ ഇൻ ചീഫിൽ പറയുന്നത്. ദെൻ ക്രോസ് എക്സാമിനേഷനിൽ പറയുന്നത് ഈ ഒരു വിറ്റ്നസിനെ നമ്മുടെ അഡ്വേഴ്സ് പാർട്ടി വിചാരണ നടത്തുന്നത് അല്ലെങ്കിൽ എക്സാമിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്രോസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അപ്പം ക്രോസ് എക്സാമിനേഷൻ കൂടുതലും റെലവെന്റ് ആയിട്ടുള്ള ഫാക്ട്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. കൂടുതലും ക്രോസ് എക്സാമിനേഷൻ നടക്കുന്നത് റെലവെന്റ് ഫാക്ട്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ലീഡിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാവുന്നതാണ്. അപ്പം ഈ ഒരു വിറ്റ്നസ് എന്ന് പറയുന്നത് അവിടെ ക്രോസ് എക്സാമിൻ ചെയ്യുന്നത് അയാൾ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിന്റെയും റൈറ്റിംഗ്സിന്റെയും ഒക്കെ ബേസ് ചെയ്തിരിക്കും.
അയാൾ എന്താണോ ആ കുറ്റത്തെ കുറിച്ച് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് എന്താണോ, അല്ലെങ്കിൽ എഴുതി കൊടുത്തിരിക്കുന്നത് എന്താണോ, അല്ലെങ്കിൽ നമ്മുടെ കുറ്റവുമായിട്ട് ബന്ധപ്പെട്ട് റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഈ ഒരു ക്രോസ് എക്സാമിനേഷൻ സമയത്ത് വിറ്റ്നസിനോട് ചോദിക്കുന്നത്. അതേപോലെ മൂന്നാമത്തെ പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത് ക്രോസ് എക്സാമിനേഷനിൽ പ്രധാനമായിട്ടും ഈ ഒരു വിറ്റ്നസിനോട് ചോദിക്കുന്നത് അയാൾ ആരാണ്, അയാളുടെ പൊസിഷൻ എന്താണ്, അല്ലെങ്കിൽ അയാൾക്ക് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടോ, അയാൾക്ക് പെനാൽറ്റി കിട്ടേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ, ഇത്തരത്തില് അയാളെ മനസ്സിലാക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും കൂടുതലും ക്രോസ് എക്സാമിനേഷൻ ടൈമിൽ ഉണ്ടായിരിക്കുക. അപ്പൊ ഇതാണ് എക്സാമിനേഷൻ ഇൻ ചീഫും ക്രോസ് എക്സാമിനേഷനും. ഇനി അടുത്തതാണ് ന്യൂയിസൻസ് എന്ന് പറയുന്നത്. ഇതും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്, പലതവണ ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ന്യൂയിസൻസ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ട്രാവൻകൂർ കൊച്ചിൻ പബ്ലിക് ഹെൽത്ത് ആക്ടിന്റെ സെക്ഷൻ 61-ലും മദ്രാസ് പബ്ലിക് ഹെൽത്ത് ആക്ടിന്റെ സെക്ഷൻ 25-ലുമായിട്ടാണ് ന്യൂയിസൻസ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ ഒരു ന്യൂയിസൻസ് കൊണ്ട് ഒന്നുമില്ല, ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ, നമ്മുടെ ഒരാളുടെ അല്ലെങ്കിൽ പബ്ലിക്കിനോ, നമ്മുടെ ജനങ്ങൾക്കോ അല്ലെങ്കിൽ പബ്ലിക്കിനോ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസിനോ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, നമ്മുടെ ആളുകളുടെ ലൈഫിന് ഡേഞ്ചറസ് ആയിട്ടോ അല്ലെങ്കിൽ ഹെൽത്തിന് ഇഞ്ചുറി ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഏതൊരു പ്രവൃത്തിയും നമുക്ക് ന്യൂയിസൻസ് കൊണ്ട് ഉദ്ദേശിക്കാം. അതേപോലെ തന്നെ നമ്മുടെ സൈറ്റിനോ സ്മെല്ലിനോ ഹിയറിനോ അല്ലെങ്കിൽ നമ്മുടെ റെസ്റ്റ് സ്ലീപ്പ് ഇത് ഏതിനും ഡിസ്റ്റർബ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികളും ഈ ഒരു ന്യൂയിസൻസിന്റെ അണ്ടറിലാണ് വരുന്നത്. അപ്പം ഇത്തരത്തിലുള്ള എല്ലാ പ്രവൃത്തികളെയും നമ്മൾ ന്യൂയിസൻസിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ന്യൂയിസൻസ് എബേറ്റ് ചെയ്യാൻ നമ്മുടെ ഹെൽത്ത് ഓഫീസേഴ്സിന് എന്തൊക്കെ പവർ ആണെന്നുള്ളതാണ് അടുത്തതിൽ പറയുന്നത്. അപ്പം ആ ഒരു പവർ ഓഫ് ഹെൽത്ത് ഓഫീസർ ടു അബേറ്റ് ന്യൂയിസൻസ് എന്ന് പറയുന്നത് മദ്രാസ് പബ്ലിക് ഹെൽത്ത് ആക്ടിലെ സെക്ഷൻ 44-ലും ട്രാവൻകൂർ കൊച്ചിൻ പബ്ലിക് ഹെൽത്ത് ആക്ടിലെ സെക്ഷൻ 52-ലായിട്ടാണ് പറയുന്നത്. അപ്പം ഒരു ന്യൂയിസൻസ് അവിടെ ഉണ്ട്, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം അബേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഹെൽത്ത് ഓഫീസേഴ്സിന് കുറച്ച് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അപ്പൊ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ ഈ ഒരു ന്യൂയിസൻസ് നടക്കുന്നത് എന്തെങ്കിലും ഒരു സ്ട്രക്ചറൽ ക്യാരക്ടർ കാരണം, അതിന്റെ ഒരു ഡിഫക്റ്റ് കാരണമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഓണറിന്, അത് ഏത് സ്ട്രക്ചർ കാരണമാണോ വന്ന അതിന്റെ ഓണറിന് നോട്ടീസ് കൊടുക്കാം. അതേസമയം ഈ ന്യൂയിസൻസ് ഉണ്ടാക്കുന്ന ആള് അതിന്റെ ഓണറോ അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന ഒക്യുപ്പൻസോ അല്ല എന്നുണ്ടെങ്കിൽ ഹെൽത്ത് ഓഫീസറിന് സ്വയം തന്നെ ആ ഒരു ന്യൂയിസൻസ് എബേറ്റ് ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെ ഒരു പവർ ഈ ഒരു ആക്ട് പ്രകാരം നമ്മുടെ ഹെൽത്ത് ഓഫീസേഴ്സിന് ഉണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് നോട്ടിഫയബിൾ ഡിസീസിനെ കുറിച്ചാണ്. ഇതും 1-2 തവണ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ള ഭാഗമാണ് നോട്ടിഫയബിൾ ഡിസീസ് എന്ന് പറയുന്നത്. ഇതും മദ്രാസ് പബ്ലിക് ഹെൽത്ത് ആക്ടിലെ സെക്ഷൻ 69 പ്രകാരം TCPH, അതായത് ട്രാവൻകൂർ കൊച്ചിൻ പബ്ലിക് ഹെൽത്ത് ആക്ടിലെ സെക്ഷൻ 59 പ്രകാരം ഡിഫൈൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പം നോട്ടിഫയബിൾ ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ആ ഒരു ഏരിയയിൽ എന്തെങ്കിലും തരത്തില് ഒരു ഡിസീസ് വന്നു കഴിഞ്ഞാൽ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ ഹെൽത്ത് അതോറിറ്റിക്ക് നോട്ടിഫൈ ചെയ്യേണ്ട തരത്തിലുള്ള ഡിസീസുകളെയാണ് നമ്മൾ നോട്ടിഫയബിൾ ഡിസീസ് എന്ന് പറയുന്നത്. ഇപ്പം നിലവിലുള്ള നിയമപ്രകാരം നമ്മുടെ ആ ഏരിയയിൽ ഏതെങ്കിലും തരത്തില് ഒരു ഡിസീസ് വന്നു കഴിഞ്ഞാൽ അത് രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ ഹെൽത്ത് അതോറിറ്റിക്ക് നോട്ടിഫൈ ചെയ്യേണ്ടുന്ന തരത്തിലുള്ളതാണെങ്കിൽ അത്തരത്തിലുള്ള ഡിസീസിനെയാണ് നമ്മൾ നോട്ടിഫയബിൾ ഡിസീസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു നോട്ടിഫയബിൾ ഡിസീസിനെ കുറിച്ച് സ്പെസിഫൈ ആയിട്ട് നമ്മുടെ TCPHന്റെ ഷെഡ്യൂൾ 1-ലും അതുപോലെ തന്നെ MPHന്റെ ഷെഡ്യൂൾ 2-ലും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് പ്രധാനമായിട്ടും പറയുന്ന നോട്ടിഫയബിൾ ഡിസീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ താഴെ പറയുന്ന ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോട്ടിഫയബിൾ ഡിസീസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഏവിയൻ ഇൻഫ്ലുവൻസ, ആന്ത്രാക്സ്, സെറിബ്രോസ്പൈനൽ ഫീവർ, ചിക്കൻ ബോക്സ്, ചിക്കൻ ഗുനിയ, കോളറ, ഡെങ്കു ഫീവർ, ഡിഫ്തീരിയ, എൻറ്ററിക് ഫീവർ, ഫൈലേറിയ, വൈറൽ ഹെപ്പറ്റൈറ്റിസ് ബി, സാർസ്, ഇൻഫെക്റ്റീവ് ഹെപ്പറ്റൈറ്റിസ്, ജാപ്പനീസ് എൻസെഫലൈറ്റിസ്, ലെപ്റ്റോസ്പൈറോസിസ്, മലേറിയ, മീസിൽസ്, പ്ലേഗ്, പോളിയോമൈലൈറ്റിസ്, റാബിസ്, ടെറ്റനസ്, ട്യൂബർകുലോസിസ്, ടൈഫസ്, യെല്ലോ ഫീവർ, ഈ പറയുന്ന എല്ലാം തന്നെ നോട്ടിഫയബിൾ ഡിസീസിനകത്ത് വരുന്നതാണ്. നിങ്ങൾക്ക് മാക്സിമം വെക്കാൻ പറ്റുന്നതെല്ലാം ഓർത്ത് വെച്ചിരിക്കാം. അപ്പം ഇത്തരത്തിലുള്ള നമ്മുടെ ഒരു ഹെൽത്ത് അതോറിറ്റിക്ക് നോട്ടിഫൈ ചെയ്യേണ്ട തരത്തിലുള്ള ഡിസീസുകളെയാണ് നമ്മൾ നോട്ടിഫയബിൾ ഡിസീസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി അടുത്തത് ഇൻസ്പെക്ഷൻ എന്താണെന്നുള്ള കാര്യമാണ് അടുത്തത് പറയുന്നത്.
അപ്പം ഇൻസ്പെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലോസ്ലി ഒബ്സർവ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അപ്പം എന്തെങ്കിലും ആ പറഞ്ഞിരിക്കുന്ന ഇഷ്യൂ എന്തെങ്കിലും ഫാക്ട് ഉണ്ടോ, അതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന കാര്യം ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിന്റെ സത്യം തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാണ് ഇൻസ്പെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു കാര്യം സൂക്ഷ്മമായിട്ട് നമ്മൾ അവിടെ നിരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ പല സിറ്റുവേഷനിലും പല രീതിയിലാണ് ചെയ്യുന്നത്. അതപ്പോ എന്തിനൊക്കെ വേണ്ടിയാണ് ചെയ്യുന്നത്, ഇൻസ്പെക്ഷൻ എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നുള്ളതാണ് അടുത്തത് നമ്മൾ പറയുന്നത്. അപ്പം റെക്ടിഫൈ ദ കംപ്ലൈന്റ് റിസീവ്ഡ് ഫ്രം ദ പബ്ലിക്. നമുക്ക് പബ്ലിക്കിൽ നിന്നും ഒരു പരാതി കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തിരുത്തുന്നതിന് അല്ലെങ്കിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒന്നാമത് നമ്മൾ ഇൻസ്പെക്ഷൻ നടത്തുന്നത്. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഇൻസ്പെക്ഷൻ ഈസ് നെസസറി പ്രയർ ടു എ ലൈസൻസ് ബീയിങ് ഇഷ്യൂഡ്. ഒരു ലൈസൻസ് കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ ഇൻസ്പെക്ഷൻ നടത്തണം. അതായത് ഡേഞ്ചറസ് ആൻഡ് ഒഫൻസീവ് ട്രേഡ്, അതിനൊക്കെ നമ്മൾ ലൈസൻസ് കൊടുക്കുന്നതിന് മുന്നേ അവിടെ ഇൻസ്പെക്ഷൻ നടത്തിയിരിക്കണം. അത് എന്തിനാ നടത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈഡ് ആണോ, ഇവർക്ക് ഈ ഒരു സ്ഥാപനം തുടങ്ങുന്നതിന് എല്ലാ തരത്തിലും യോഗ്യത ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനാണ് ആ സമയത്ത് നമ്മൾ ഇൻസ്പെക്ഷൻ നടത്തുന്നത്. മൂന്നാമത്തത് ഇൻസ്പെക്ഷൻ ഈസ് ഡൺ ടു ഫുൾഫിൽ ലീഗൽ റിക്വയർമെന്റ് ഓർ ടു അബേറ്റ് ന്യൂസൻസ് ഓർ ടു റിഡ്രസ് ഗ്രീവ്നെസ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനും ന്യൂസൻസ് ഇല്ലാതാക്കുന്നതിനും നമ്മുടെ എന്തെങ്കിലും ലീഗൽ റിക്വയർമെന്റ് ഒക്കെ ഫുൾഫിൽ ചെയ്യുന്നതിനും നമുക്ക് ഇൻസ്പെക്ഷൻ നടത്താവുന്നതാണ്. അപ്പൊ ഈ ഇൻസ്പെക്ഷൻ തന്നെ രണ്ട് രീതിയിലാണ് നമ്മൾ നടത്തുന്നത്. ഒന്ന് ഇൻഫോംഡ് ഇൻസ്പെക്ഷൻ ആണ്, രണ്ട് സർപ്രൈസ് ഇൻസ്പെക്ഷൻ ആണ്. ഇൻഫോംഡ് ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്പെക്ഷന് വരുന്നതിന് ഒരു 24 മണിക്കൂർ മുന്നേ തന്നെ അവർക്ക് ഇപ്പം ഫാമിലി ആണെങ്കിൽ ഫാമിലിയിലെ ഹെഡിന് അല്ലെങ്കിൽ ആരാണോ റെസ്പോൺസിബിൾ പേഴ്സൺ അവർക്ക് 24 മണിക്കൂർ മുന്നേ തന്നെ നമ്മൾ നോട്ടീസ് പ്രൊവൈഡ് ചെയ്യുന്നു. അതാണ് ഇൻഫോംഡ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. അതേസമയം സർപ്രൈസ് ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സഡൻ ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ നോട്ടീസ് ഒന്നും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല, നേരിട്ട് ചെന്ന് ഇൻസ്പെക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഇൻസ്പെക്ഷൻ ഒരു ടൈം ലിമിറ്റ് നമ്മൾ പറയുന്നുണ്ട്, സൺസെറ്റ് ഓർ സൺറൈസ്, അതായത് ഡേ ടൈമിലായിരിക്കണം നമ്മൾ ഇൻസ്പെക്ഷൻ നടത്തേണ്ടത്. അത് നമ്മൾ ഇവിടെ പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇൻസ്പെക്ഷനിലുള്ളത്.